ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഇത് മാങ്ങ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അൽഫോൻസോ മാങ്ങയാണ്. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇത് 2 എണ്ണം എടുത്ത് ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിന് വേണ്ടത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഞാൻ ഇവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി വേണ്ടത് 1 കപ്പ് ഫ്രഷ് ക്രീം, അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് വളരെ എളുപ്പത്തിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. ഇപ്പോഴത്തെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് മാംഗോ ഐസ്ക്രീം. ഇപ്പോൾ മാംഗോ വളരെ അധികം ലഭ്യമായിട്ടുള്ള സമയവുമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ മാംഗോ ബ്ലെൻഡറിലിട്ട് നന്നായി, വെള്ളമൊന്നും ചേർക്കാതെ ഇത് മാത്രം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ല പൾപ്പാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ മാങ്ങ നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് പൾപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഈ ബൗളും ഈ ഹാൻഡ് വിസ്കും നമ്മൾ ഏകദേശം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തതായിരിക്കണം. എന്നാലേ നമ്മൾ ക്രീം അടിക്കുമ്പോൾ നിന്ന് സെറ്റായി കിട്ടുകയുള്ളൂ. അതുപോലെ ക്രീമും ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഈ ഫ്രഷ് ക്രീമും ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതായിരിക്കണം. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് ആദ്യം ഈ ഫ്രഷ് ക്രീം ചേർത്ത് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യം ലോ സ്പീഡിൽ വെച്ച് വേണം ബീറ്റ് ചെയ്യാൻ. അതിന് കുറച്ചൊന്ന് ബബിൾ ആയതിനു ശേഷം മാത്രമേ സ്പീഡ് പയ്യെ കൂട്ടി എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊന്ന് ബബ്ലി ആയതിനു ശേഷം മാത്രം നമുക്ക് സ്പീഡ് കൂട്ടാം. ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റോടുകൂടി നല്ലപോലെ ബീറ്റ് ചെയ്ത് വിടും. അത്ര സമയം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ക്രീം നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാംഗോയുടെ പൾപ്പ് ചേർക്കാം. ഇപ്പോൾ മാംഗോയുടെ പൾപ്പ് ചേർത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രീം നല്ല സോഫ്റ്റ് പീക്ക് ആകുന്നിടം വരെയാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ഈ മാംഗോയുടെ പൾപ്പ് ചേർക്കേണ്ടത്. ഇനി മാങ്ങയ്ക്ക് നല്ല മധുരം കുറവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. എല്ലാം നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാവുന്നതാണ്. ഇത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ ചേർക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന അത്രയും ഏകദേശം ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിനോടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ മാംഗോയുടെ പൾപ്പ് നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇനി ബീറ്റ് ചെയ്യണമെന്നില്ല. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിനുള്ള ബാറ്റർ റെഡിയായിരിക്കും. ഇത് ഏകദേശം ഒരു
സ്ലോ സ്പീഡിൽ ചെയ്താൽ മതി. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഫ്രീസറിൽ കീപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു 4-6 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം നമ്മുടെ ഐസ്ക്രീം റെഡിയായി കിട്ടും. അങ്ങനെ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു ഐസ്ക്രീമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഐസ്ക്രീമാണ്. മാംഗോയുടെ നല്ല ഫ്ലേവർ ഉണ്ട് ഇതിന്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.